ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലുണ്ടായ പ്രതിച്ഛായ നഷ്ടം പരിഹരിക്കാനാണ് ജയകുമാറിന്റെ നിയമനത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ നിയമനങ്ങൾ പരിഗണിച്ചെങ്കിലും അതൊന്നും ഇപ്പോഴത്തെ വിവാദം മറികടക്കാൻ ഉപയോഗപ്പെടില്ല എന്ന് CPM വിലയിരുത്തി. ഇതോടെയാണ് ജയകുമാർ എന്ന പേരിലേക്ക് സർക്കാർ എത്തിയത്. IAS ഉദ്യോഗസ്ഥൻ വേണമെന്ന ആവശ്യം വെള്ളാപ്പള്ളിയും മുന്നോട്ട് വെച്ചിരുന്നു. വിരമിച്ച IAS ഉദ്യോഗസ്ഥനാണെങ്കിലും NSSനും ജയകുമാറിനോട് എതിർപ്പൊന്നുമില്ല. വിജിൻ വായന്തോട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, സർക്കാരിന്റെ തീരുമാനം എന്ന് പറയുന്നതിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ അവിശ്വാസത്തിന്റെയും സംശയങ്ങളുടെയും ദുരൂഹതകളുടെയും നടുവിൽ നിൽക്കെ ജയകുമാറിന്റെ വരവ് അതിൽ മേക്കപ്പ് ചെയ്യാൻ സഹായിക്കുമെന്ന് സർക്കാർ സീരിയസ് ആയി കണക്കുകൂട്ടുകയാണോ? നിഷാദ്, ഇന്നലെ നടന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദമായ തരത്തിൽ തന്നെയാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. എന്തായാലും നേരത്തെയുള്ള ബോർഡിന് കാലാവധി നീട്ടി നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് CPM ആദ്യഘട്ടത്തിൽ തന്നെ എത്തിയിരുന്നു. അതിന് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം, അങ്ങനെ അത് ബോർഡിലേക്ക് തന്നെ നീങ്ങുന്ന സാഹചര്യമൊക്കെയുണ്ട്. കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ ബോർഡിനെ കൂടി പ്രതികൂട്ടിലാക്കുന്ന നിലയിലേക്കൊക്കെ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു തവണ കൂടി കാലാവധി നീട്ടി നൽകേണ്ട എന്ന തീരുമാനത്തിലേക്ക് CPM എത്തിയിരുന്നു. അത്തരത്തിലുള്ളൊരു നീക്കം മുഖ്യമന്ത്രിയും അത്തരത്തിലുള്ള നിർദ്ദേശം തന്നെയാണ് നൽകുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇന്നലെ പല രാഷ്ട്രീയ CPMന്റെ പ്രധാന നേതാക്കളെ തന്നെ ചുമതല ഏൽപ്പിക്കാം, അങ്ങനെ CPMന്റെ കൺട്രോളിൽ തന്നെ മുന്നോട്ട് പോകട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഒഴിവാക്കാൻ അത് ഗുണം ചെയ്യും എന്നുള്ള നിലയിലേക്കുള്ള തീരുമാനങ്ങൾ, അതായത് കോൺഗ്രസ് വിട്ട് CPMൽ എത്തിയ ആളാണ് നിലവിലെ PS പ്രശാന്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ CPMകാരനായ ഒരാൾ വരട്ടെ എന്നുള്ളൊരു ചർച്ചയൊക്കെ നടന്നിരുന്നു. പക്ഷേ പിന്നീടാണ് അങ്ങനെ വേണ്ട, പല തരത്തിൽ നിന്നും CPMകാർ നേരിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാൽ അത് വിശ്വാസമില്ലാത്ത ആളുകൾ ആണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നത്, ശബരിമലയെ തകർക്കാനുള്ള നീക്കമാണ് അതിന്റെ ഭാഗമായൊക്കെ നടക്കുക എന്നുള്ള ചർച്ച, വിവാദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൊതു സ്വീകാര്യനായ ആളിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു പിന്നീട് CPMന്റെ മുന്നിലുണ്ടായിരുന്ന വഴി. അതാണ് ആലോചന നടന്നത്. ആ ആലോചനയിലാണ് മുൻ സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണർ കൂടിയായ ജയകുമാറിന്റെ പേരിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കേരളത്തിന് സ്വീകാര്യനായ വ്യക്തിത്വം, ഒപ്പം തന്നെ NSSനും SNDPക്കും ഒരുപോലെ സ്വീകരിക്കാൻ കഴിയുന്ന വ്യക്തിത്വം. വെള്ളാപ്പള്ളിയൊക്കെ നേരത്തെ പറഞ്ഞത് ഏതെങ്കിലും റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ പദവിയിലേക്ക് നിയോഗിക്കണം, അതാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള വഴി എന്നായിരുന്നു. അങ്ങനെ ആ SNDPയെ കൂടി കണക്കിലെടുക്കാൻ കഴിയും, ഒപ്പം തന്നെ NSSന് എതിർപ്പില്ലാത്ത ഒരാൾ എന്നുള്ള ഒരു മുൻഗണന എല്ലാം തീരുമാനിച്ച ശേഷമാണ് ജയകുമാറിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സർക്കാരുമായി അടുത്തു പോകുന്ന ആൾ, ഒപ്പം തന്നെ ഈ അടുത്ത കാലത്ത് നടത്തിയ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടൊക്കെ അതിനെ അനുകൂലിച്ചുള്ള നിലപാട് സ്വീകരിച്ച ആളാണ് ജയകുമാർ. ഒപ്പം തന്നെ നേരത്തെ പലതരത്തിലും സർക്കാർ ഈ ദേവസ്വം ബോർഡിന്റെ പണം കൈയാളുന്നു, ശബരിമലയിലെ പണം എടുത്ത് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന ചർച്ചയൊക്കെ വന്ന ഘട്ടത്തിലൊക്കെ ജയകുമാർ സ്വീകരിച്ചത് ഒരു തുക പോലും സർക്കാർ എടുക്കുന്നില്ല എന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ച ആൾ കൂടിയാണ് ജയകുമാർ എന്ന് പറയുന്നത്. അങ്ങോട്ട് സർക്കാർ പണം നൽകുകയാണ്, അതിൽ തനിക്ക് ഉറപ്പുണ്ട് എന്ന കാര്യം ദേവസ്വം കമ്മീഷണറായ ഘട്ടത്തിൽ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പല മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സർക്കാരുമായി ഒത്തുപോകാൻ കഴിയുന്ന, മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ കൂടിയാണ് ജയകുമാറിന്റെ പേരിലേക്ക് CPM എത്തിയത്. അക്കാര്യം ആദ്യഘട്ടത്തിൽ CPM ഇന്നലെ ചർച്ച ചെയ്തൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ജയകുമാറിനെ പോലും നേരത്തെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീടാണ്, അതുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറിയോ CPM നേതാക്കളോ ആരും ഇക്കാര്യത്തിൽ ആരുടെ പേരിലേക്കാണ് എത്തിയത് എന്ന് പുറത്തുവിടായിരുന്നത്. അതിനുശേഷമാണ് ജയകുമാറുമായി സംസാരിക്കുകയും ജയകുമാർ ഇതിന് സന്നദ്ധനാണ് എന്ന് അറിയിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ജയകുമാർ തന്നെ തനിക്ക് ഇങ്ങനൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്, താൻ ഈ പദവി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു വിവാദങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ജയകുമാറിന് ആ പ്രശ്നത്തെ മറികടക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് സർക്കാരിനുള്ളത്. ഞാൻ വിജിൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ ഈ ശബരിമലയിലെ സ്വർണ്ണ കൊള്ള എന്ന് പറയുന്ന ഏർപ്പാട് വലിയ തോതിൽ വീണ്ടും ഒരു പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കുകയും വിശ്വാസികൾക്കിടയിൽ സർക്കാരിനെ കുറിച്ചോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തെക്കുറിച്ചോ സർക്കാരിൻ്റെ ശബരിമല ഭരണത്തെക്കുറിച്ചൊക്കെ ഒരുതരം വിശ്വാസ പ്രശ്നം അല്ലെങ്കിൽ ഒരു അവിശ്വാസം, ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് CPM കണക്കൂട്ടുന്നുണ്ടോ ശരിക്കും? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് കഴിഞ്ഞ തവണ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ, വലിയ സമരങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് തൊട്ട് പിന്നാലെ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് വലിയ തിരിച്ചടി CPMനും ഇടതുപക്ഷത്തിനും ലഭിച്ചത്. അത് സർക്കാരിൻ്റെയും CPMനും ഒക്കെ ഒരു ഇപ്പോഴും അത് മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ
വളരെ കൃത്യമായി ആലോചിച്ച് മാത്രമേ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്ന നിലയിലേക്ക് പോകരുത്, അതിൽ കൃത്യമായ തരത്തിലുള്ള ഇടപെടൽ വേണം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് CPM എത്തിയത്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിച്ഛായ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മന്ത്രിസഭയിലേക്ക് എത്തുന്നില്ലെങ്കിലും പക്ഷേ ദേവസ്വം ബോർഡിനെ ചോദ്യമുനയിൽ നിർത്തുന്ന നിലയിലേക്ക് തന്നെയാണ് നിലവിൽ അന്വേഷണം ഒക്കെ പോകുന്നത്. ഉദ്യോഗസ്ഥരെ ഒക്കെയാണ് ചോദ്യം ചെയ്യുന്നതെങ്കിലും N. വാസു ഉൾപ്പെടെയുള്ളവരുടെ പേരിലേക്ക് കുറ്റം ആരോപിക്കപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതിപട്ടികയിൽ ഇടം പിടിക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. അത് CPM-ന്റെ നേതാവല്ല, ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ കഴിയുമെങ്കിലും പക്ഷേ CPM നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയാണ് N. വാസു എന്ന് പറയുന്നത്. അദ്ദേഹമാണ് പ്രതിപട്ടികയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM-ന് മേൽ ചോദ്യമുന ഉയരുന്നുണ്ട് എന്നുള്ള കാര്യം, പ്രതിച്ഛായ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ കാര്യം ചർച്ച ചെയ്ത് അതിന്റെ ഭാഗമായിട്ടാണ് ഇനി CPM നേതാവായ ഒരാൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നത്, CPM എത്തിച്ചേർന്നത്. മുഖ്യമന്ത്രിയോട് കൂടി ആലോചിച്ച ശേഷമാണ് ജയകുമാറിന്റെ പേരിലേക്ക് തന്നെ എത്തിയത്. മലയാള സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറാണ്, ഇപ്പോൾ IMG ഡയറക്ടർ എന്നുള്ള പദവി വഹിക്കുന്ന ആളാണ്. ഒപ്പം തന്നെ മുൻ ചീഫ് സെക്രട്ടറിയും ഒപ്പം ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുമായിരുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തരം പദവികളൊക്കെ വഹിച്ച ഘട്ടത്തിൽ ഒക്കെയുള്ള ഒരു അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, ഒപ്പം തന്നെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള പരിഗണന കൂടി സർവ്വസ്വീകാരനായ ഒരാളെ പാർട്ടിക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ശബരിമലയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിച്ഛായ നഷ്ടത്തിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് CPIM.